ഞാൻ ഇത്തവണ നാട്ടിൽ വെക്കേഷന് പോയപ്പോഴത്തേക്ക് പേരൻസിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുപോയി. അതെന്താണെന്നറിയോ? നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അതൊരു സ്പ്രേയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാച്ചോ ഡ്രസ്സോ അല്ലെങ്കിൽ എന്താണ് ഡേറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ആവുമെന്നല്ലേ? എന്നാൽ ഇതൊന്നുമല്ല ഞാൻ കൊണ്ടുപോയത് ഇതുപോലെ ഒരു പ്രോട്ടീൻ പൗഡറാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ രണ്ട് ചിന്തകളുണ്ടാവും. ഒന്ന്, ഇതെന്താ നാട്ടിൽ കിട്ടാത്ത സാധനമാണോ ഈ പ്രോട്ടീൻ പൗഡർ, ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? രണ്ട്, വയസ്സായ ആൾക്കാരിലെ പേരൻസ്, അവർക്ക് ഈ പ്രോട്ടീൻ പൗഡറൊക്കെ കഴിക്കാൻ പാടുണ്ടോ? ഈ പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ അവരുടെ കിഡ്നിയും ലിവറൊക്കെ അടിച്ചു പോകില്ലേ? ഇതൊക്കെ ജിമ്മിൽ പോകുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ളതല്ലേ എന്നുള്ളൊരു ചോദ്യം. ഈ രണ്ട് ചോദ്യത്തിനുള്ള ആൻസറാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എന്താണ് പ്രോട്ടീൻ പൗഡർ, അത് ആർക്കൊക്കെ കഴിക്കാം, കഴിച്ചാലുള്ള സൈഡ് എഫക്ട്സ് എന്താണ്, അത് എങ്ങനെ കഴിക്കാം എന്നുള്ള കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഈ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും പൂർണ്ണമായിട്ടും മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രോട്ടീൻ എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. നമ്മുടെ ബോൺസ് ആയാലും അല്ലെങ്കിൽ മസിലായാലും സ്കിന്നായാലും ഹെയർ ആയാലും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. ഈവൻ ബ്ലഡ് പോലും ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീനാണ്. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അത് നമ്മുടെ ബോഡി ഒരു വീടുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞ സാധനം, അതായത് അതിൻ്റെ കല്ല്, കട്ട, സിമൻറ്റ്, കമ്പി, ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. പിന്നെ ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്ന ചോറ്, അതിൽ നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ എനർജിയാണ്. അതായത് നമ്മുടെ വീട്ടിൽ വൈദ്യുതി എങ്ങനെയാണോ അതുപോലെ നമുക്ക് വീട് വർക്ക് ചെയ്യണമെങ്കിൽ വൈദ്യുതി വേണം, പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്. അപ്പോൾ നമ്മുടെ ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 1-2 മാസം കൊണ്ട് തുടങ്ങി റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സഫീഷ്യൻ്റായിട്ട് പ്രോട്ടീൻ ഇല്ലെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല, നമുക്ക് പല സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടാകും, മസിൽ ലോസ് ഉണ്ടാകും, ബോണിന് ബലം ഉണ്ടാവില്ല, നന്നായിട്ട് ബ്ലഡ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ സഫീഷ്യൻ്റായിട്ട് പ്രോട്ടീൻ കഴിക്കണം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ആഹാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആണ്. നമ്മൾ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുന്നില്ല, പകരം കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നുള്ളൂ. അത് കൊഴുപ്പായി മാറിയിട്ട് പലതരം അസുഖങ്ങളുണ്ടാവും. അവിടെയാണ് ഈ പ്രോട്ടീൻ പൗഡറിൻ്റെ ആവശ്യകത. അതായത് ഒരാൾ 1 മില്ലിഗ്രാം പെർ കിലോഗ്രാം എന്ന രീതിയിൽ ബോഡി വെയിറ്റ് അനുസരിച്ച് പ്രോട്ടീൻ കഴിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അതായത് 50 കിലോ ഉള്ള ഒരാൾ 50 ഗ്രാം പ്രോട്ടീൻ കഴിക്കണം. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മൾ ആഹാരം നോക്കുമ്പോഴത്തേക്ക് അതൊരു 10, 15, 20 ഗ്രാം മാത്രമേ കിട്ടാറുള്ളൂ. അവിടെയാണ് നമ്മൾ ആഹാരത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും പ്രോട്ടീൻ, നമ്മുടെ ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ പ്രോട്ടീൻ പൗഡറിനെ ആശ്രയിക്കുന്നത്. ഇനി എന്താണ് പ്രോട്ടീൻ പൗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോട്ടീൻ പൗഡർ പലതരത്തിൽ അവൈലബിൾ ആണ്. ഒന്ന് പ്ലാന്റ് സോഴ്സിൽ നിന്ന് കിട്ടും, അതായത് നമ്മൾ സോയാബീൻ, പയറുകൾ, അരി, അതിൽ നിന്നുള്ള പ്രോട്ടീൻ കിട്ടും. രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമൽ സോഴ്സിൽ നിന്ന് കിട്ടും. അനിമൽ സോഴ്സിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ പൗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാർണിവോർ എന്ന് പറഞ്ഞ രീതിയിലാണ് വരുന്നത്. അത് ബീഫിൻ്റെയൊക്കെ ഇറച്ചിയിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ എഗ് പ്രോട്ടീൻ വരും. പിന്നെ ഈവൻ ഹെമ്പിൽ നിന്ന് എടുക്കുന്ന പ്രോട്ടീൻ പൗഡർ വരെ നമുക്ക് കിട്ടും. അത് വെച്ചാൽ കിക്കൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേ പ്രോട്ടീൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വേ പ്രോട്ടീനെ കുറിച്ചാണ്. കാരണം ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതും ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാക്കിയ ഒരു പ്രോട്ടീൻ പൗഡറും ഈ വേ പ്രോട്ടീനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതെന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം എന്താണ് ഈ വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞൊരു സാധനം? പലരുടെയും വിചാരം ഇതെന്തോ സ്റ്റിറോയിഡോ കെമിക്കലോ ആണെന്നാണ്. എനിക്ക് തോന്നുന്നത് ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണ് സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. സാധാരണ ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാർ മസിൽ വളരാൻ വേണ്ടിയിട്ട് മറ്റ് അനബോളിക് സ്റ്റിറോയിഡൊക്കെ എടുക്കും. അങ്ങനെയാണ് ആൾക്കാർ ഈ ഒരു പ്രോട്ടീൻ പൗഡറിന് അങ്ങനെ ചീത്തപ്പേര് കിട്ടിയതാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ എന്താണ് ഈ വേ പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പാല് നമുക്കറിയാം, നമ്മൾ വീട്ടിലെ പാല് പിരിഞ്ഞു പോയാലോ അല്ലെങ്കിൽ കുറച്ച് നാരങ്ങാനീര് ചേർത്താലോ അതൊരു ലിക്വിഡ് ഫോം, ഒരു സോളിഡ് ഫോം ആവും. ഇത് തന്നെയാണ് ഈ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്നവരും ചെയ്യുന്നത്. അതിൽ റെനിൻ എന്ന് പറയുന്നൊരു എൻസൈം ആഡ് ചെയ്യും. അപ്പോൾ അതിന് ലിക്വിഡ് ഫോമും ഒരു സോളിഡ് ഫോമും ഉണ്ടാകും. ഈ സോളിഡ് ഫോമാണ് നമ്മുടെ ചീസ്, പനീർ അങ്ങനത്തെ സാധനങ്ങൾ. ഈ ലിക്വിഡ് ഫോമിനെ അവരെടുത്തിട്ട് അതിനെ പൗഡറാക്കി ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നതാണ് വേ പ്രോട്ടീൻ. അതായത് വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പാലിൻ്റെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പാല് കുടിക്കുന്ന ആർക്കും വേ പ്രോട്ടീൻ കഴിക്കാം, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലായി? അതൊരു പാലിൻ്റെ ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്, അത് പ്രത്യേകിച്ച് കെമിക്കലൊന്നുമല്ലെന്ന് മനസ്സിലായല്ലേ? ഇനി നമ്മൾ വേ പ്രോട്ടീൻ വാങ്ങാൻ വേണ്ടി ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി എന്ന് വെച്ചോ. അപ്പോൾ അവിടെ കുറേ ടൈപ്പ് വേ പ്രോട്ടീൻസ് ഉണ്ടാവാം. വേ കോൺസെൻട്രേറ്റ്, ഐസൊലേറ്റ്, ഹൈഡ്രോളൈസ്, കാസീൻ പ്രോട്ടീൻ, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. ഇതൊക്കെ എന്താണ്, നമ്മൾ അതിലേതാണ് വാങ്ങേണ്ടതെന്നുള്ള കാര്യം നമുക്ക് നോക്കിയാലോ. ഒന്ന് വേ കോൺസെൻട്രേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു വേ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് പാലിനകത്ത് റെനിൻ എന്ന എൻസൈം ആഡ് ചെയ്തിട്ട് പാലിനെ പിരിച്ചിട്ട് അതിൻ്റെ ലിക്വിഡ് ഫോം എടുത്തിട്ടാണ് വേ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് കിട്ടുന്ന വേ പ്രോട്ടീനാണ് വേ കോൺസെൻട്രേറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് വെച്ചാൽ ഒരു 70 to 80% പ്രോട്ടീൻ ഉണ്ടാവും, ബാക്കി കുറച്ച് ഫാറ്റും ലാക്ടോസും ഒക്കെ ഉണ്ടാവും. ഇത് താരതമ്യേന ഏറ്റവും വില കുറഞ്ഞ പ്രോട്ടീൻ പൗഡറാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാർക്ക്, അതായത് പാൽ കുടിക്കുമ്പോഴത്തേക്ക് വയറിൽ എന്തെങ്കിലും ഗ്യാസോ അല്ലെങ്കിൽ വയറിന് പെരുക്കോ ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരിൽ ഈ വേ കോൺസെൻട്രേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഈ ഒരു വേ കോൺസെൻട്രേറ്റ് ആദ്യം വാങ്ങി നോക്കുക.
എന്നിട്ട് അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് നോക്കാം. ഇനി അടുത്തത് വേ ഐസൊലേറ്റ്. ഈ ഐസൊലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു പ്യൂർ ഫോമാണ്. നമ്മൾ നേരത്തെ കണ്ട കോൺസെൻട്രേറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 70-80% പ്രോട്ടീനുള്ളൂ. ഇതാകുമ്പോഴത്തേക്ക് മോർ ദാൻ 90% പ്രോട്ടീൻ ഉണ്ട്. മാത്രമല്ല നേരത്തെ പറഞ്ഞ ലാക്ടോസും ഫാറ്റും ഒക്കെ അരിച്ചു മാറ്റിയതാണ്. അതുകൊണ്ട് വയറിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വയറിന് പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഐസൊലേറ്റ് ഉപയോഗിക്കാം. അത് കുറച്ചുകൂടി ഒരു എക്സ്പെൻസീവാണ്. ഇനി അടുത്താണ് വേ ഹൈഡ്രോളൈസ്. ഈ ഹൈഡ്രോളൈസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറച്ച് എൻസൈംസ് കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ചൊരു പ്രീ ഡൈജസ്റ്റഡ് ഫോമാണ്. അതായത് നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് അബ്സോർവ് ആവും. നമ്മുടെ വേ ഐസൊലേറ്റോ കോൺസെൻട്രേറ്റോ ഒക്കെ വരുമ്പം അതൊരു 1 മുതൽ 2 മണിക്കൂർ വരെയൊക്കെ എടുക്കും നമ്മുടെ ബോഡിയിൽ അബ്സോർവ് ആകാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ ഹൈഡ്രോളൈസ് ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 30 മിനിറ്റ് തന്നെ നമുക്ക് അബ്സോർവ് ആവും. ഒരു പോസ്റ്റ് ഔട്ട് ഡ്രിങ്ക് ആയിട്ട് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ സാധാരണക്കാർക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് കോൺസെൻട്രേറ്റോ അല്ലെങ്കിൽ ഐസൊലേറ്റോ മതി. കോൺസെൻട്രേറ്റ് കഴിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും വയറിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഐസൊലേറ്റിലേക്ക് മാറാം. ഇനി അടുത്തൊന്നാണ് കസീൻ പ്രോട്ടീൻ പൗഡർ. ഈ കസീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്കിൽ 2 ടൈപ്പ് പ്രോട്ടീനാണുള്ളത്. ഒന്ന് കസീൻ പ്രോട്ടീനും ഒന്ന് വേ പ്രോട്ടീനും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചീസ് അല്ലെങ്കിൽ പനീരൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോട്ടീനാണ് നമ്മൾ ഈ കസീൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ട് അതും വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സ്ലോ ആയിട്ടാണ് നമ്മുടെ ബോഡിയിൽ അബ്സോർവ് ചെയ്യുന്നത്. ഒരു 6 to 8 അവേഴ്സൊക്കെ എടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈറ്റിൽ അത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഹോൾ നൈറ്റ് നമ്മുടെ ബോഡിയിൽ ഒരു പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവും. അതും നമ്മൾ സാധാരണക്കാർക്ക് ഈ കസീൻ പ്രോട്ടീനും ആവശ്യമില്ല. കാരണം ആ പ്രോട്ടീൻ പൗഡർ വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് 2 മുട്ടയോ അല്ലെങ്കിൽ കുറച്ച് ചിക്കനോ അല്ലെങ്കിൽ പനീരോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ രാത്രിയിൽ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ രാത്രിയിൽ അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ ഉണ്ടാവും. അതാവും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് 2 ടൈപ്പ് പ്രോട്ടീനാണ്. ഒന്നുകിൽ കോൺസെൻട്രേറ്റ് വാങ്ങുക, അത് വെച്ച് വയറിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർ ഐസൊലേറ്റിലേക്ക് പോവുക. അപ്പം ഇത് 2 നമ്മൾ സാധാരണക്കാർക്ക് ആവശ്യമുള്ളൂ. ബാക്കിയെന്ന് വെച്ചാൽ കുറച്ച് സ്പെഷ്യൽ നീഡുള്ള ആൾക്കാർക്കാണ്. പിന്നെ പലരും ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ വേ പ്രോട്ടീൻ എപ്പോഴാണ് കഴിക്കേണ്ടത്, രാവിലെ കഴിക്കണോ വൈകുന്നേരം കഴിക്കണോ വർക്കൗട്ടിൻ്റെ സമയത്ത് കഴിക്കണം എന്നുള്ള കാര്യമൊക്കെ. അത് ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ജിമ്മിലൊക്കെ റെഗുലറായി പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പ്രീ വർക്കൗട്ടായിട്ടോ പോസ്റ്റ് വർക്കൗട്ടായിട്ടോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആ വർക്കൗട്ടിൽ നമുക്ക് പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഈ ഒരു ഹെവി വർക്കൗട്ടൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് അവിടെ മസിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. ആ മസിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് പ്രോട്ടീൻ വേണം. ഈ ഒരു പോസ്റ്റ് വർക്കൗട്ടായിട്ടോ അല്ലെങ്കിൽ പ്രീ വർക്കൗട്ടായിട്ടോ നമുക്ക് അവിടെ കഴിക്കാം. ഇനി നമ്മളങ്ങനെ ഹെവി ആയിട്ട് ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് ട്രെയിനിങ് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രോട്ടീൻ പൗഡർ കഴിക്കാം. ഇപ്പോൾ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇതെങ്ങനെ കഴിക്കണം എന്നുള്ള കാര്യം. പാലിൻ്റെ കൂടെ കഴിക്കണോ അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി കഴിക്കണോ എന്നുള്ള കാര്യമൊക്കെ. അതിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അങ്ങനെ കഴിക്കുന്നതാവും നല്ലത്. പാലിൻ്റെ കൂടെ ആണെങ്കിൽ പാലിൻ്റെ കൂടെ കഴിക്കാം, വെള്ളമാണെങ്കിൽ വെള്ളത്തിനൂടെ കഴിക്കാം. പലതരം ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം അത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനി ചിലർ യോഗത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ചിലരിത് പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്ത് ബേക്ക് ചെയ്ത് കേക്കൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഒന്ന് ചൂടായി എന്ന് വിചാരിച്ചിട്ട് ഈ പ്രോട്ടീനിൻ്റെ ക്വാളിറ്റിയിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ഡിഫറൻസ് ഒന്നും വരാറില്ല. എങ്ങനെ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ രീതിയിൽ കഴിക്കാം. ഇനി അടുത്തൊരു മെയിൻ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് പ്രോട്ടീൻ പൗഡർ കഴിക്കേണ്ടത്? ജിമ്മിൽ പോകുന്ന ആൾക്കാർ മാത്രം കഴിച്ചാൽ മതിയോ? അല്ല, പ്രോട്ടീൻ പൗഡർ ആർക്കും കഴിക്കാം, പാൽ ഉപയോഗിക്കുന്ന ആർക്കും കഴിക്കാം. പക്ഷേ നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ പ്രോട്ടീൻ പൗഡറൊന്നും അഡ്വൈസ് ചെയ്യാറില്ല. മുതിർന്ന ആർക്കും കഴിക്കാം. പക്ഷേ നമ്മളെപ്പോഴും നമ്മൾ ഡയറ്റിൽ നിന്ന് മാക്സിമം പ്രോട്ടീൻ എടുക്കാൻ നോക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്ക് 50 കിലോ ഉള്ള ഒരാൾക്ക് ഒരു ദിവസം 50 ഗ്രാം പ്രോട്ടീൻ വേണം. ആ ഒരു കണക്കിൽ നമുക്ക് മാക്സിമം നമ്മൾ ഫുഡിൽ നിന്ന് എടുക്കാൻ നോക്കുക. ഇനി അവിടെ ഫുഡിൽ നിന്ന് എടുക്കാൻ പലപ്പോഴും വലിയ ബുദ്ധിമുട്ടാണ്. ആ ഒരു സമയത്ത് മാത്രം പ്രോട്ടീൻ പൗഡറിന് ഡിപ്പെൻഡ് ചെയ്യുക. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ സമയത്തൊക്കെ വേണമെങ്കിൽ നമുക്കിപ്പം അത്രയും പ്രോട്ടീനൊന്നും ചിലപ്പം കടയിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഒരു ദിവസം 30 ഗ്രാം പ്രോട്ടീനെ കഴിക്കാൻ പറ്റുള്ളെങ്കിൽ നമുക്ക് ഒരു സ്പൂപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് 50 ഗ്രാം പ്രോട്ടീനായി. ആ ഒരു സമയത്ത് മാത്രം, അതായത് ഭക്ഷണത്തിൽ നിന്ന് കറക്റ്റായിട്ട് പ്രോട്ടീൻ കിട്ടാത്തപ്പം മാത്രമേ നമ്മൾ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഈ പ്രോട്ടീൻ പൗഡർ വാങ്ങി നാട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം. നമുക്കിപ്പം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഡോക്ടേഴ്സ് ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിനൊക്കെ എതിർക്കുന്നതായിട്ട് കാണാം. ഫുഡിൽ തന്നെ കഴിക്കാനൊക്കെ പറയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പല സ്റ്റഡീസും സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പ്രോട്ടീൻ പൗഡറിൻ്റെ ക്വാളിറ്റി ഭയങ്കര മോശമാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് വരും. ചിലപ്പോൾ നമ്മൾ നല്ല ബ്രാൻഡൊക്കെ നോക്കി വാങ്ങും, പക്ഷേ അത് ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അതിൽ ഈ പുറം കവർ മാത്രമേ നല്ല ബ്രാൻഡ് ഉണ്ടാവുള്ളൂ, അകത്തുള്ള പ്രോട്ടീൻ പൗഡർ ഭയങ്കര എന്തെങ്കിലും ലോ ക്വാളിറ്റി ആവുക. രണ്ടാമെന്ന് വെച്ച് കഴിയുമ്പോൾ ഫംഗസ് ബാധ ഉണ്ടാവും. അതായത് പ്രോപ്പറായിട്ട് സൂക്ഷിക്കാഞ്ഞിട്ട്, അതിപ്പം കമ്പനിയുടെ പ്രശ്നമല്ല, ഈ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് സൂക്ഷിക്കാത്തതിൻ്റെ ആ ഒരു ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് ചിലപ്പം ഫംഗസൊക്കെ ഉണ്ടാവാം. പിന്നെ ഇതിൽ അഡൾട്രൻസ്, പലപ്പോഴും നമ്മൾ വാങ്ങുന്ന പ്രോട്ടീൻ്റെ ലേബിൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് വളരെ കുറച്ച് പ്രോട്ടീൻ അതിനകത്ത് ഉണ്ടാവുള്ളൂ, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവാം.
പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഹെവി മെറ്റൽസും ഈ പ്രോട്ടീനിലൊക്കെ ആഡായിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പിന്നെ ചില മെഡിസിൻ്റെ സാന്നിധ്യം, അതായത് ഈ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്ന കമ്പനി തന്നെ ചിലപ്പോൾ മെഡിസിൻ ഉണ്ടാക്കും, അങ്ങനെ മിക്സായി പോകുന്ന രീതിയിൽ ആ മെഷീനറിയിൽ നിന്ന് മിക്സായി പോകുന്ന രീതിയിലും കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം എങ്ങനെ ഒരു നല്ല ബ്രാൻഡ് പ്രോട്ടീൻ പൗഡർ വാങ്ങാം, അല്ലെങ്കിൽ വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചെയ്യാം. അതായത് 2024 ലിവർ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ അബി ഫിലിപ്പ്, അദ്ദേഹം ഈ പ്രോട്ടീനെക്കുറിച്ച്, നമ്മളെ ഇന്ത്യയിൽ വിൽക്കുന്ന പ്രോട്ടീനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കുകയും അതിൻ്റെ സാമ്പിൾസ് എടുത്ത് ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് സിറ്റിസൺ പ്രോട്ടീൻ പ്രൊജക്റ്റ് എന്നാണ് ആ പ്രൊജക്റ്റിൻ്റെ പേര്, എന്നിട്ട് വിശദമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും അതിലാണ് ഇങ്ങനത്തെ ഹെവി മെറ്റൽസിൻ്റെ സാന്നിധ്യവും ഫംഗസിൻ്റെ സാന്നിധ്യവും വേറെ മരുന്നുകളുടെ സാന്നിധ്യമൊക്കെ കണ്ടതും. പിന്നെ പല പ്രോട്ടീൻ പൗഡറിൻ്റെ പാക്കറ്റിലും പുറത്ത് എഴുതിയിരിക്കുന്ന കണക്കുള്ള പ്രോട്ടീൻ ഉള്ളിലില്ല എന്നുള്ള കാര്യമൊക്കെ വെച്ചിട്ട് അദ്ദേഹം വിശദമായിട്ടൊരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പം ഏതൊക്കെ ബ്രാൻഡാണ് നമ്മൾ വാങ്ങേണ്ടത്, വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ അതിൽ വിശദമായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താണ് പ്രോട്ടീൻ, നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ ആവശ്യം എന്താണ്, വേ പ്രോട്ടീൻ എന്ന് വെച്ചാൽ എന്താണ്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ പലതരത്തിലുള്ള വേ പ്രോട്ടീൻസ്, അതിൽ നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മാക്സിമം നമ്മുടെ ആഹാരത്തിൽ നിന്ന് തന്നെ പ്രോട്ടീൻ കണ്ടെത്താൻ ശ്രമിക്കുക. അതിന് പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രം പ്രോട്ടീൻ പൗഡറിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് നല്ലൊരു പ്രോട്ടീൻ പൗഡർ തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യം വിശദമായിട്ട് പറയാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ അതിനെ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത ആഴ്ച നല്ലൊരു ഹെൽത്തി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.